ഇത് വിധി ക്രൂരതയുടെ പര്യായമായി മാറിയവന്റെ കഥ. പൂമെത്ത കൊതിച്ചവന്റെ സ്വപ്നങ്ങളിൽ ചുടുരക്തം വീണ കഥ. പ്രതിസന്ധികൾ ഒന്നൊന്നായി വന്നപ്പോഴും തളരാതെ ലോകത്തിന്റെ ചരിത്രതാളുകളിൽ തന്റെ പേര് രേഖപ്പെടുത്തിയവന്റെ കഥ. ഇത് കാൾ മാർക്സിന്റെ കഥ. ജർമ്മനിയിൽ ദരിദ്ര കർഷക മാതാപിതാക്കളിൽ 9 പേരിൽ ഒരുവൻ. ബാല്യം നിറയെ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും. ഹയർ സെക്കൻഡറി പഠനത്തിന് ശേഷം അദ്ദേഹം ബെർലിനിൽ നിയമപഠനത്തിന് ചേർന്നു. ഭരണകൂടത്തിന്റെ ഭീകരതയ്ക്കെതിരെ ജനപക്ഷത്ത് നിന്നുകൊണ്ട് തൂലിക ചലിപ്പിച്ചപ്പോൾ അദ്ദേഹം പലരുടെയും കണ്ണിലെ കരടായി മാറി. 13 മാസങ്ങൾക്കിടെ 3 രാജ്യങ്ങളിലേക്ക് മാർക്സ് നാടുകടത്തപ്പെട്ടു. അക്കാലത്തെ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നിട്ട് പോലും സർവകലാശാലകൾ അദ്ദേഹത്തിന് ജോലി നിഷേധിച്ചു. പ്രസിദ്ധീകരണങ്ങൾ മാർക്സിനു നേരെ കണ്ണടച്ചു. കയ്യക്ഷരം മോശമാണെന്ന പേരിൽ ഉണ്ടായിരുന്ന ക്ലർക്ക് ഉദ്യോഗം നഷ്ടപ്പെട്ടു. ദാരിദ്ര്യം അതിന്റെ എല്ലാ അവസ്ഥയിലും അദ്ദേഹത്തെ വേട്ടയാടി. എഴുതാൻ കടലാസു പോലും വാങ്ങാൻ കാശില്ലാതിരുന്ന സമയം. സ്വന്തമായി പാർപ്പിടമില്ലാതിരുന്നപ്പോൾ തൊഴിലാളികളുടെ പാർപ്പിടത്തിനു വേണ്ടി അദ്ദേഹം പ്രസംഗിച്ചു, വാദിച്ചു. വാതനേത്ര രോഗങ്ങൾ, 7 കുട്ടികളിൽ 4 പേരുടെ മരണം, ഭാര്യയുടെ മരണം, ദുരന്ത പരമ്പരകൾ എതിരെ നിന്നപ്പോൾ പോലും അദ്ദേഹം തളർന്നില്ല. ലോകത്തെ മാറ്റിമറിച്ച വിശ്വോത്തര കൃതികളിലൊന്നായ മൂലധനം പിറന്നത് അക്കാലത്താണ്. ജീവിതം മുന്നോട്ട് വെച്ച ഓരോ ദുരിത കടമ്പകൾക്കുമീതെ കവച്ചുവെച്ച് നടന്നവരാണ് ലോക ചരിത്രത്തിൽ പുത്തൻ പാഠങ്ങൾ രചിക്കുന്നത്, കാൾ മാർക്സിനെ പോലെ. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ നമ്മെ തളർത്താനല്ല, വളർത്താനാണ് എന്ന തിരിച്ചറിവാണ് വിജയത്തിലേക്കുള്ള ആദ്യ അധ്യായം. വിജയത്തിന് ആമുഖം കുറിക്കുന്നത് ഇത്തരം പ്രതിസന്ധികളാണ്. ശുഭദിനം.